ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. മീൻസ് നമ്മളെ മാംഗ്ലൂരിൽ ഫേമസ് ആയിട്ടുള്ള ബീച്ചും ദർഗവും വിസിറ്റ് ചെയ്യുന്ന ഒരു വ്ളോഗാണ്. അപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് ബസ്സിലാണ് കേട്ടോ. നോർമലി ഇവിടെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കർണാടകയിൽ ഇപ്പോൾ ബസ്സൊക്കെ ലേഡീസിന് ഗവൺമെൻറ് ബസ് ഫ്രീ ആണ്. അപ്പോൾ സൺഡേ സാറ്റർഡേ ഫുള്ള് റഷായിരിക്കും. എല്ലാവരും ഇങ്ങനെ ബീച്ചും പിന്നെ നമ്മളെ ദർഗയൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് നേരെ മാംഗ്ലൂർ കാണട്ടോ ബസ്സിൽ പോകുന്നത്. ഇതാണ് കേട്ടോ മെയിൻ സിറ്റി മാംഗ്ലൂരാണിത്. പിന്നെ മാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഈ ഒരു ദർഗയിലേക്ക് വരണം. ഇത് ബന്ദർ വല്യപ്പള്ളി ദർഗാണ്. ഇവിടെ മാംഗ്ലൂരിലുള്ള ആൾക്കാരും പിന്നെ കേരളം നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ദർഗ വിസിറ്റ് ചെയ്യും. ആ മാംഗ്ലൂർ ദർഗയിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ദർഗയിൽ വന്നിട്ടുള്ളത്. എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഒരു ദർഗ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഒത്തിരി ദർഗാസൊക്കെ നമ്മളെ മാംഗ്ലൂരിൽ കർണാടക സ്റ്റേറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മാംഗ്ലൂരൊക്കെ വിസിറ്റ് ചെയ്താൽ ഇവിടെ ദർഗ വന്നിട്ട് ദുആ ചെയ്ത് പോവുക. നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ദർഗയൊക്കെ വിസിറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഞാനും മുമ്പൊക്കെ ദർഗ വിസിറ്റ് ചെയ്യൂലായിരുന്നു. പക്ഷേ എനിക്കൊരു മനസ്സിന് സമാധാനം കിട്ടാത്തപ്പോഴാണ് ഞാനിങ്ങനെ മാംഗ്ലൂരിലുള്ള ദർഗയിലൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാനിത് സൺഡേ അപ്ലോഡ് ചെയ്യണമായിരുന്നു ഡിയേഴ്സ് വീഡിയോ, പക്ഷേ ഒരുപാട് ലേറ്റായിപ്പോയി. സൺഡേ നമ്മൾ ഈ മാംഗ്ലൂരിലൊക്കെ വന്നാൽ ഭയങ്കര ക്രൗഡായിരിക്കും. അതായത് ഇതുപോലെ തന്നെ അവിടെ ഷോപ്പുണ്ടാവും. 2 റുപ്പീസ് 20 റുപ്പീസിൻ്റെ ചെവിൻ്റെതും പിന്നെ ഡ്രസ്സസ് ആൻഡ് പ്ലേറ്റ്സ് അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉള്ള ഹോൾസെയിലിൻ്റെ സാധനങ്ങളൊക്കെ ഈ റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും വാങ്ങാൻ വേണ്ടി ഭയങ്കര റഷായിരിക്കും. ഇതാണ് കേട്ടോ മാംഗ്ലൂരിൻ്റെ ക്ലോക്ക് ഏരിയ ആണ്, ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ക്ലോക്ക് ഏരിയ എവിടെയാണെന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയുന്ന ഏരിയ ആണ്. ഇതാണ് മാംഗ്ലൂരിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ ഡിയേഴ്സ് ദർഗന്ന് ദുആ ചെയ്തിട്ട് നേരെ നമ്മൾ മാംഗ്ലൂരിൽ നിന്ന് ഉല്ലാല ബസ് പോവാണ്. സൺഡേ ഒരു ദിവസം കുട്ടികളിങ്ങനെ കറങ്ങാൻ ട്രാവൽ ചെയ്ത് കൂട്ടി പോകുമ്പോൾ അവർക്കുള്ള വാശൊക്കെ മാറും. അപ്പോൾ അവരും കുറച്ച് ഹാപ്പി ആവും. അതുകൊണ്ടാട്ടോ. പിന്നെ ഞാൻ ഞാനിപ്പോൾ 2 ആഴ്ചയായി ബീച്ചിൽ വരാതെ. പക്ഷേ ബീച്ചിൽ ഭയങ്കരമായ ഒരു ഡിഫറൻസ് ആയിരുന്നു. ഫുൾ ക്രൗഡായിരുന്നു. ഓരോരോ ആക്ടിവിറ്റീസ് ഏരിയാസ് പുതിയതായിട്ട് വന്നുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എത്തുമ്പോൾ തന്നെ 5 മണിയായിട്ടോ ഈവനിങ് ഒക്കെ. അപ്പോൾ അവിടെ ഷോപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്തിരി ഡിപ്രഷനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ട് ബീച്ചിലാണ് കേട്ടോ വിസിറ്റ് ചെയ്യുന്നത്. എനിക്കെന്തോ അറിയില്ല, ബീച്ചിൽ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തോ ഒരു മൈൻഡ് ഫ്രഷാണ് കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ഫ്രഷ് ഹെയറും ഇവിടുത്തെ ഒരു ക്രൗഡും ആൾക്കാരൊക്കെ നോക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മൈൻഡ് ഒക്കെ മാറും. പിന്നെ ഇതാണ് മാംഗ്ലൂർ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുക, ചർമുറി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ബീച്ചിൽ വന്നാൽ കൂടുതലായിട്ട് കഴിക്കുന്നത് ചർമുറിയും പിന്നെ സോഡ സർബത്തില്ലെങ്കിൽ കോലാണ്. പക്ഷേ ഇവിടുന്ന് ചായയൊക്കെ അത്ര ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. എനിക്കിത്തിരി ഇഷ്ടപ്പെട്ടില്ല ഇവിടുന്ന് ബീച്ച് സൈഡിലുള്ളൊക്കെ ചായ. അവിടെ ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിളൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഉപ്പിലിട്ട പൈനാപ്പിൾ മാങ്ങ നെല്ലിക്കൊക്കെ കാണുമ്പോൾ കോഴിക്കോട് ബീച്ചൊക്കെ ഓർമ്മ വരും. അവിടുന്ന് സെറ്റപ്പാണ് ഇപ്പം മാംഗ്ലൂരിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. കുട്ടികളെ പാടിൽ തന്നെ വിട്ടു അവരവരുടേതായ ഡേയ്സാണ്, എൻജോയ് ചെയ്യട്ടെ എന്ന്. ഞാൻ ബീച്ചിൽ നിന്ന് വന്നാൽ ഒരു കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് വാട്ടർ ഷോ. പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ കുട്ടികളെ പാടൽ കളിക്കാൻ വിടും. കാരണം അവർ കുറച്ച് നല്ല രീതിയിൽ കളിക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനമാണ്. അങ്ങനെ ഡിയേഴ്സ് കുറച്ച് മുന്നോട്ട് നോക്കുമ്പോഴൊക്കെയാണ് ഫുള്ള് ക്രൗഡായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. നോമ്പ് അടുത്ത് വരുന്നത് കൊണ്ടാണോ ഇങ്ങനെ റഷാണോ എന്നറിയില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ ബീച്ചിൽ ഇപ്പോൾ വിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡിയേഴ്സ് ഞാനൊരു 5 o'clock വന്നാൽ 6:15 അങ്ങനെയാണ് പോകുന്നത്. അതാണ് കുട്ടികളൊക്കെ വാശി പിടിച്ചുകൊണ്ടിരുന്നത്, കൈറ്റൊന്ന് വാങ്ങിത്തരോ, കൈറ്റ് വാങ്ങുമെന്ന്. പക്ഷെ അത് ഞാൻ വാങ്ങണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഞാൻ കയറ്റി വിടാൻ നിന്നാൽ ചെറിയ മോന് വെള്ളത്തിൻ്റെ അടുത്ത് ഓടിപ്പോവും. അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ട, ആരെങ്കിലും കൂടെ വേണം അവർക്ക് ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റൊക്കെ കൊടുക്കണമെങ്കിൽ. അപ്പോൾ ചെറിയ മോൾക്ക് ഇപ്പോൾ അറിയാനായിട്ടില്ല, അവനക്ക് 3 വയസ്സായിട്ടുള്ളൂ. അങ്ങനെ അത് അവിടെ പോയാൽ ഡേഞ്ചറാണ് ഇവിടെ പോയാൽ ഡേഞ്ചറാണ് എന്നൊക്കെ അറിയാനായിട്ടില്ല. അപ്പോൾ വെള്ളം ഇങ്ങനെ പെട്ടെന്ന് പൊന്തി വരുമ്പോഴാണ് എൻ്റെ മോൻ ആ വെള്ളത്തിൻ്റെ അടുത്ത് ഓടും. അപ്പോൾ എന്തായാലും അവൻ്റെ ഭാഗത്തൊരു കണ്ണ് വയ്ക്കണം.
അങ്ങനെ ചെറിയ വലിയ മോണിപ്പോൾ അടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൈറ്റ് വാങ്ങി താന്നൊക്കെ. പിന്നെ ആൾക്കാരൊക്കെ ക്രൗഡായിരുന്നു, റഷായിരുന്നു. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു സണ്ണുണ്ടല്ലോ, ഇതാ കണ്ടില്ലേ, ഈ സണ്ണൊന്ന് എന്താ പറയുക ഉദയിക്കുന്നല്ലോ, മീൻസ് സൺസെറ്റാണോ. അപ്പോൾ ഇവർ സണ്ണ് ഈവനിങ് വെയിലുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ചില സമയത്ത് എന്താവും അത് നെത്തിലിങ്ങനെ വീഴുമ്പോഴാണ് സൺസെറ്റ് തലവേദന വരുന്നത്. പിന്നെ ഇവിടുത്തെ സൈക്കിൾ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുട്ടിക്കാലം ഓർമ്മ വരാതെ ഇരിക്കില്ല, ഉറപ്പായിട്ട് ഓർമ്മ വരും. ആ സൈക്കിളിലുള്ള അവർ ഐസ്ക്രീം, അതിന് വേണ്ടിയാണ് എൻ്റെ വലിയ മോൻ ഭയങ്കര അടിയായിരുന്നു, ഉമ്മച്ചി ഐസ്ക്രീം വാങ്ങി താന്നൊക്കെ. പിന്നെ ആ ബോംബെ മുട്ടായി. അങ്ങനെ അവിടെയൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ്. പക്ഷേ ഭയങ്കര ഹീറ്റാണ് കേട്ടോ, മാംഗ്ലൂരിൽ ഭയങ്കര ചൂടാണ്. അങ്ങനെ കൂൾ ക്യാൻഡി വാങ്ങി. കൂൾ ക്യാൻഡി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇവർ ചൂട് കാലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കുന്നവരൊക്കെ ഈ കൂൾ ക്യാൻഡി കഴിക്കുക. അപ്പോൾ ഞാൻ പറയണമെന്നില്ല, കുട്ടികൾ ആസ്വദിച്ച് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന്. താങ്ക് യു ഫോർ വാച്ചിങ്.